സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലോകത്തിൽ നാം കേൾക്കുന്ന വാർത്തകൾ, നാം കാണുന്ന കാഴ്ചകൾ ശരിക്കും നമുക്ക് സമാധാനം നൽകുന്നുണ്ടോ? രാജ്യം രാജ്യത്തോട് എതിർക്കുകയാണ്. യുദ്ധങ്ങളും ക്ഷാമങ്ങളുമാണ് നമ്മുടെ കൺമുൻപിൽ നാം കാണുന്നത്. എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് യുദ്ധഭീതിയിലൂടെ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്തിൽ സുരക്ഷിതരല്ല. ഈ ലോകത്തിന് നമുക്ക് സമാധാനം തരുവാൻ കഴിയുകയില്ല. നമുക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഉയർച്ചകൾ നമുക്കുണ്ടെങ്കിലും പണത്തിന് നമ്മെ സഹായിക്കാൻ കഴിയില്ല, സമാധാനം നൽകി തരാൻ കഴിയില്ല. നമ്മുടെ പദവിക്ക്, വിദ്യാഭ്യാസത്തിന് സമാധാനം നൽകി തരാൻ കഴിയുമോ? നിങ്ങൾ ശരിക്കും സമാധാനം അനുഭവിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എല്ലാവരും വലിയ ഭീതിയിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് ദൈവത്തിന് ഇന്ന് പകൽ നിങ്ങളോട് ഒരാലോചനയുണ്ട്. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ വന്നപ്പോൾ യേശുക്രിസ്തു ഒരു നായകനാണ്. യേശുക്രിസ്തു ഇസ്രായേലിൽ വെളിപ്പെട്ടപ്പോൾ തൻ്റെ അടുക്കൽ വന്ന ജനസമൂഹത്തോട് യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഇവരുമായുള്ളവർ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ലോകം കണ്ട ശക്തനായൊരു നേതാവാണ്. ഇന്ന് ഈ ലോകം അനുഭവിക്കുന്ന സമാധാനം എന്താണ്? 2000 വർഷങ്ങൾക്ക് ശേഷമായി ഇന്ന് പകൽ ഈ സന്ദേശം പങ്കുവയ്ക്കുന്ന എനിക്കും ഒരു സമാധാനമുണ്ട്. അത് യേശു ക്രിസ്തു നൽകിയ സമാധാനം. നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. നമുക്കൊക്കെ സമാധാനം തരാൻ ഈ ലോകത്തിന് കഴിയാതിരിക്കുമ്പോൾ സമാധാനം അനുഭവിച്ചുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ സന്ദേശം ഞാൻ പങ്കുവയ്ക്കുകയാണ്. യേശു പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരു സമാധാനമാണ്. യേശു പറഞ്ഞു, ഈ ഭൂമിയിൽ യുദ്ധശ്രുതികളുണ്ടാകും, യുദ്ധങ്ങളുണ്ടാകും. താൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് എന്താണോ അതാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ നടുവിൽ പ്രിയപ്പെട്ടവരെ സമാധാനം അനുഭവിക്കുന്നവരുണ്ട്. ഇതിൻ്റെ നടുവിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. അതെന്താണെന്നോ, ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ നിത്യജീവനാണ്. ഇവിടെ ഒരു യുദ്ധത്തിൽ പട്ടുപോയാൽ അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം, മരണം കൊണ്ട് അവസാനിക്കുകയില്ല. അങ്ങനെ പറയാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ യേശുക്രിസ്തുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, യേശു മരിച്ചു കിടക്കുകയല്ല, മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ സന്ദേശം സന്തോഷത്തോടെ സ്വീകരിക്കാം. ഈ വാക്ക് പറയുന്നവൻ മരണത്തെ ജയിച്ചവനാണ്, ഉയർത്തെഴുന്നേറ്റവനാണ്. മരണം കൊണ്ട് ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് യേശു പറയുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് യേശു നൽകുന്നൊരു പ്രത്യാശയുണ്ട്. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയപ്പെട്ടവർ, ഈ ലോകം കൊണ്ട് ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. യേശു ഉയർത്തെഴുന്നേറ്റവനായി തന്നെ വിശ്വസിക്കുന്നവരോട്, തന്നെ അനുഗമിക്കുന്നവരോട് സന്ദേശം പങ്കുവെക്കുകയാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, മരണം കൊണ്ടൊന്നും അവസാനിക്കില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നെ വിശ്വസിക്കുക, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത്. എന്തിനാണെന്നോ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുക. ഈ ഭൂമിയിൽ നമുക്ക് നിലനിൽക്കുന്ന നഗരങ്ങളില്ല. ഞാൻ സ്വർഗത്തിൽ നിത്യതയിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുകയാണ്.
നിങ്ങൾ വിശ്വസിക്കുക, ഞാൻ നിങ്ങളെ ചേർക്കാൻ മടങ്ങി വരും. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ സമാധാനമാണ്. വിശ്വസിക്കാൻ കൊള്ളാകുന്നൊരു വാക്കാണ്. ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ വാക്കല്ല, ദൈവപുത്രനായ യേശുവിൻ്റെ വാക്ക്. യേശു ഉറപ്പ് തരികയാണ്, തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കാൻ യേശു മടങ്ങി വരും. യേശു മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചുപോയവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. പ്രിയപ്പെട്ടവരെ, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ ഭയപ്പെടേണ്ട. യുദ്ധത്തിന് നിങ്ങളെ തകർക്കാൻ കഴിയില്ല. നിങ്ങളെ ഭയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം നൽകുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ജീവനുണ്ട്. നിങ്ങൾ മരണത്തെ ജയിച്ചിരിക്കുകയാണ്. നിങ്ങളെ തോൽപ്പിക്കാൻ മരണത്തിന് കഴിയില്ല. ഈ ലോകത്തിലെ യുദ്ധങ്ങൾക്ക് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരണത്തെ ജയിക്കുകയാണ്. വിശ്വസിക്കുക. യേശുക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിൽ വാഴാൻ പോവുകയാണ്. അസാധാരണമായൊരു ധൈര്യം ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇന്ന് പകൽക്കാലം ജയത്തോടെ എഴുന്നേൽക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ യേശുവിൻ്റെ ശബ്ദത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.